വിവാദങ്ങൾക്ക് നടുവിലാണിപ്പോൾ നടൻ വിജയ്. നടന്റെ അവസാന സിനിമയുമായി കണക്കാക്കപ്പെടുന്ന ജനനായകന്റെ റിലീസ് അനിശ്ചിതത്വത്തിലുമാണ്. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെയാണ് റിലീസ് മുടങ്ങിയത്. പൊങ്കലിന് വിജയ് ചിത്രം പ്രേക്ഷകർക്ക് കടുത്ത നിരാശയുണ്ടാക്കി. രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ വിജയ്ക്ക് തടസ്സങ്ങളാണ് ഉള്ളത്. ഇനി മുന്നോട്ട് നയിക്കുമ്പോഴൊക്കെ തന്നെ ആശങ്കകൾ വിജയുടെ ആരാധകർക്കും ഒരുപാടുണ്ട്. രാഷ്ട്രീയത്തിൽ ശോഭിക്കാനായില്ലെങ്കിൽ വിജയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിന്റെ വ്യക്തി ജീവിതം സംബന്ധിച്ചുള്ള ഗോസിപ്പുകളും ഒരു വശത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഭാര്യ സംഗീതയുമായി വിജയ് അകൽച്ചയിലാണെന്ന ഗോസിപ്പുകൾ ഒരുപാട് കാലമായി വന്നുകൊണ്ടിരിക്കുന്നു. ഏറെക്കാലമായി ഇവരെ ഒരുമിച്ച് കണ്ടിട്ട്. സംവിധായകനായി തുടക്കം കുറിക്കുന്ന മകൻ ജെയ്സൺ സഞ്ജയും അച്ഛനൊപ്പം കാണാറില്ല. എന്താണ് വിജയുടെ വ്യക്തിജീവിതത്തിൽ സംഭവിക്കുന്ന ചോദ്യം പരക്കെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. പലവിധ ഗോസിപ്പുകളാണ് ഇതിനെ സംബന്ധിച്ച് കുറെ നാളുകളെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ വിജയുടെ ആരാധകർ അസംതൃപ്തിയിൽ തന്നെയാണ്. വിജയുടെ അതേപോലെ തന്നെ സംഗീതയുടെയും പഴയ വീഡിയോകളും വീണ്ടും പ്രചരിപ്പിച്ച് ഗോസിപ്പുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധയും നേടിയത്. വാലന്റൈൻസ് ഡേ ദിനത്തിൽ വിജയ് വാച്ച് സമ്മാനിച്ചതിനെ കുറിച്ചാണ് വീഡിയോയിൽ സംഗീത സംസാരിക്കുന്നത്. വാലന്റൈൻസ് ഡേക്ക് ഭർത്താവ് അയച്ചതാണെന്ന് തോന്നുന്നു. ഒരുപാട് നാളായി ഞാൻ പറയുന്നുണ്ടായിരുന്നു. നന്ദി വിജയ് എന്നാണ് സംഗീത പറഞ്ഞത്. വർഷങ്ങൾക്ക് മുൻപുള്ള വീഡിയോ ആണിത്. മുഖ്യമന്ത്രി തന്റെ ഭാര്യയ്ക്ക് നൽകിയ സമ്മാനം എത്ര നല്ല ദമ്പതികൾ എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പ്രചരിപ്പിച്ചത്. അടുത്തിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് വിജയ് എന്ന് ആരാധകർ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ അത്ര വലിയ സ്വപ്നങ്ങൾ വേണ്ട എന്ന് രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ഭൂരിപക്ഷം ആളുകളും പറയുന്നുണ്ട്. വാരിസ് എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിന് സംഗീത വരാതെയോടെയാണ് അഭ്യൂഹങ്ങൾ വന്നത്. വിജയും കുടുംബവും പ്രതികരിക്കാതിരുന്നതോടെ അഭ്യൂഹങ്ങൾ കൂടുകയും ചെയ്തു. സംഗീത ലണ്ടനിൽ തന്റെ വീട്ടുകാരുടെ അടുത്ത് പോയെന്ന് വരെ ഒരു ഘട്ടത്തിൽ അഭ്യൂഹങ്ങൾ വന്നിരുന്നു. 1999 വിജയ് സംഗീത വിവാഹം കഴിഞ്ഞത്. 2 മക്കളാണ് ഇവർക്കുള്ളത്. ഈ അടുത്തിടെ വിജയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖർ സംഗീതയെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പരാമർശിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. സംഗീതയെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ ആ ചോദ്യം വേണ്ട എന്ന് എസ് ഐ ചന്ദ്രശേഖർ പറയുകയായിരുന്നു. ഇത് അഭ്യൂഹങ്ങൾക്ക് ആഴം കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും വിജയ്ക്ക് സംഗീതയ്ക്കും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ രൂപത്തിൽ ഒരു ഉറപ്പം കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും ഭാവി വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന തരത്തിലും ഒരുപാട് വാർത്തകളും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.